അൽ ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവി ലിൽ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു മസ്അല പരാമർശിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: മസ്അലത്തുൻ ഫീമൻ യഖറഉ ഖതമാതിൻ മിനൽ ഖുർആനി ബി ഉജ്റത്തിൻ ഹൽ യഹില്ലു ലഹു ദാലിക്. ഖുർആനിൽ നിന്നും ഖതുമുകൾ ഒരാൾ പാരായണം ചെയ്യുകയും അതിനെ കൂലിക്കു വേണ്ടി, അതായത് ഖുർആൻ കൊണ്ട് സമ്പാദിക്കാമോ എന്നാണ് ചോദ്യം. അത് അനുവദനീയമാണോ? അങ്ങനെ ഒരാൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് സ്വതക്കയുടെ രീതിയിലാണോ പെടുക, അതല്ലെങ്കിൽ അദ്ദേഹം അധ്വാനിച്ച് സമ്പാദിക്കുന്ന രൂപത്തിലാണോ അതിൻ്റെ രീതി വരിക എന്ന ചോദ്യത്തിന് മഹാനാകുന്ന ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു മറുപടി നൽകുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നേരെ ഒരാൾക്ക് കൂലിയായി സമ്പാദിക്കാവുന്നതല്ല, സ്വതക്കയായും സ്വീകരിക്കാവുന്നതല്ല. കാരണം ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലം ഓതിയ വ്യക്തിക്കു തന്നെയാകുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഉപകാരം മറ്റൊരാൾക്ക് കൊടുക്കുക എന്നതും അവിടെ സാധ്യമല്ലാത്തതിനാൽ അത്തരം ഖുർആൻ കൊണ്ട് മാത്രം സമ്പാദിക്കൽ പാടില്ല. അതേസമയം ഖുർആൻ പാരായണത്തിനു ശേഷം ദുആ കൂടെ ഷർത്തായ രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന കൂടെ നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥനയ്ക്കു പകരമായിക്കൊണ്ട് അവിടെ നിയാബത്ത് ദാഖിലാകുന്നത് കൊണ്ട് അവിടെ പ്രാർത്ഥനയ്ക്കു പകരമായി സമ്പാദിക്കൽ, അങ്ങനെ സമ്പത്തിനെ സ്വീകരിക്കൽ അനുവദനീയമാണെന്നും അപ്രകാരമാണ് ഖുർആൻ ഓതിയതോടുകൂടെ അയാൾ സമ്പാദിക്കുന്നതെങ്കിൽ അത് നിഷിദ്ധമല്ലെന്നും പറയുന്നുണ്ട്. സമാന സംഭവമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് സിയാറത്ത് ചെയ്യാൻ നാം ഒരാളെ ഏൽപ്പിക്കുകയും അങ്ങനെ സിയാറത്തിനു പകരമായി സമ്പാദ്യത്തെ അയാൾക്ക് നൽകാൻ പാടില്ലെന്നും അവിടെയും നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ തന്നെ പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിനു പകരമായി അയാൾക്ക് അഹ്ദുൽ മാൽ സമ്പാദ്യത്തെ സ്വീകരിക്കാമെന്നും മഹാനുഭാവൻ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതോടുകൂടെ പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ സമ്പാദ്യം സ്വീകരിക്കുന്നത് കൊണ്ട് ദീനിൽ നിഷിദ്ധമല്ലെന്നും മഹാനുഭാവൻ നമ്മെ പഠിപ്പിക്കുന്നു. നാഥൻ എല്ലാ കാര്യങ്ങളും അറിവായി തന്നെ അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.